വ്യക്തിപൂജകൾ സി പി എമ്മിന്റെ നിലപാടല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനല്ല, സി പി എമ്മിന്റെ നേതാവായ എം സ്വരാജ് ആണ്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം സംസാരിക്കാനുള്ളത് കോൺഗ്രസ് അനുഭാവിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ റിയാസ് ബ്ലോഗറാണ്. നമസ്കാരം. നമസ്കാരം. അതെ, അപ്പോൾ എം സ്വരാജ് പറഞ്ഞിരിക്കുന്നത് വ്യക്തിപൂജകൾ നടത്തുന്ന പാർട്ടിയല്ല സി പി എം, അത് ഞങ്ങളുടെ നിലപാടല്ല, ഇരട്ടച്ചങ്കൻ എന്നൊക്കെ വിളിച്ചിരിക്കുന്നത് സി പി എം നേതാക്കളല്ല എന്നൊക്കെയാണ്. അപ്പോൾ എം സ്വരാജ് പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയുന്നുണ്ടോ? 2006 സാക്ഷാൽ വി എസ് അച്യുതാനന്ദനെതിരെ നടപടി എടുത്തിട്ടുണ്ടായിരുന്നത് ഇതേപോലെ വ്യക്തിപൂജ ആരോപിച്ചിട്ടാണ്. അന്ന് പാർട്ടി നടപടി എടുക്കുമ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനെ പറ്റിയിട്ടാണ് ഇന്നിവിടെ ഓരോരുത്തർ വന്നിട്ട് തീയിൽ കുരുത്ത കുതിരെന്നും കഴുകനെന്നും സിംഹമെന്നും പുലി എന്നൊക്കെ വിശേഷിപ്പിച്ച് പാട്ടൊക്കെ പാടുന്നത്. അതേപോലെ തന്നെ തിരുവാതിര കളിക്കുന്നു. അത് ഇന്ന് ഈ പാർട്ടി ലോകം മുമ്പ് ശോഭിച്ചിടാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്നാണ് പറയുന്നത്. മറ്റേ മാർക്സും ലെനിനും അല്ല, പിണറായി വിജയനാണ് കാരണഭൂതനാണ് അവര് അവകാശപ്പെടുന്നത്. പിന്നെ സ്വരാജ് പറഞ്ഞത് നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. അവരിപ്പോ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നത് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല, നിയമസഭ തല്ലിപ്പൊളിച്ച് അംഗീകരിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇരട്ടച്ചങ്കൻ എന്ന് വിളിച്ചതും അവർ അംഗീകരിക്കില്ല. അത് തന്നെ. അതുപോലെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു സംഭവമുണ്ട്. നമ്മുടെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് നടത്തിയൊരു പ്രസംഗമുണ്ട്. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, ഇതിനൊരു കപ്പിത്താൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു വീണ ജോർജ് ഒന്നും സി പി എമ്മിന്റെ നേതാക്കളായിരിക്കില്ലല്ലേ? വീണ ജോർജ് മാത്രമല്ല, ഈ പറയുന്ന സാക്ഷാല് എം വി ഗോവിന്ദൻ വരെ ഈ പാർട്ടിയിൽ ആരുമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എം വി ഗോവിന്ദൻ പറഞ്ഞ കാര്യം, പിണറായി വിജയൻ സൂര്യനെ പോലെയാണ്, തൊടാൻ പറ്റൂല, കരിഞ്ഞു പോകുന്ന പറഞ്ഞിരുന്നത്. അതേപോലെ പിണറായി വിജയനും കുടുംബവും ഈ നാടിന്റെ ഐശ്വര്യം എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത്. പിന്നെ മന്ത്രി വാസവൻ പറഞ്ഞത് ഇത് നാടിന് കിട്ടിയ വരദാനമാണ് പിണറായി വിജയൻ എന്നാണ്. അപ്പൊ അത്തരത്തിലൊക്കെ സംസാരിക്കുന്ന ഈ വാസവനും എം വി ഗോവിന്ദനും വീണ ജോർജും ഒന്നും സി പി എം എല്ലാന്നും കൂടി സ്വരാജ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാല് അപ്പൊ അതെല്ലാം കറക്റ്റായി. അതെ, അപ്പോൾ റിയാസ് എടുത്തു പറയേണ്ട ഒരു പരാമർശം കൂടി ഉണ്ട്. നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ നടത്തിയ ഒരു പരാമർശം. അതെ, കെ ശൈലജ ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞത് പിണറായി വിജയൻ പിറക്കാതെ പോയ മകനാണെന്നും ആ പിണറായി വിജയൻ നമ്മളെ രക്ഷിക്കും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കെ ശൈലജ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, അതിദരിദ്രമായിട്ടുള്ള ഒരു കുടുംബമാണ് എന്നുകൂടി. അപ്പൊ ഇത്രയും കാലം 10 വർഷത്തോളമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അവരിപ്പോഴും അതിദരിദ്രത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കെ ശൈലജനെ പറയുന്നത്. എന്നിട്ടും ഈ പിറക്കാതെ പോയ മകൻ എവിടെ നിന്നുള്ള ചോദ്യത്തിന് കെ ശൈലജക്ക് ഒരു ഉത്തരവില്ല എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് കെ ശൈലജ ഒരു ഉപകാരം ഉണ്ടായി. കഴിഞ്ഞ ഇപ്പൊ നിയമസഭാ സമ്മേളനത്തിനൊക്കെ വന്നിട്ട് അവരാണ് ഇനി 2026 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് 2 ദിവസത്തെങ്കിലും അവർക്കൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതെല്ലാം എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് വ്യക്തമാണ്. അപ്പോൾ പാർട്ടി എന്നാൽ പിണറായി എന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? അത് തീർച്ചയായും അങ്ങനെയാണല്ലോ. കാര്യം സാക്ഷാൽ വി എസ് അച്യുതാനന്ദന് അച്ചടക്കനോടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. വി എസ് അച്യുതാനന്ദന് 2006 സീറ്റ് നിഷേധിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്കിപ്പുറം പി ജയരാജനും ഇതേപോലെ സമാനമായിട്ടുള്ള നടപടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്താണ് പിണറായി വിജയനെ പറ്റിയിട്ട് ഇത്തരത്തിലുള്ള പുകത്തലുകൾ വരുന്നു. പിണറായി വിജയനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ സംസാരിക്കാനോ ഇന്ന് ആ പാർട്ടിയിൽ ആർക്കും ആർജവമില്ല എന്നുള്ളതാണ്. ഇപ്പോ ഭയങ്കര നിലപാടുണ്ട് എന്ന് പറയുന്ന സ്വരാജ് പോലും ഈ സ്വരാജിനെ ബാക്കിയുള്ള സഹാക്കളിൽ നിന്നും എങ്ങനെ വ്യത്യസ്തനാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്വരാജിന് ഈ മുഖത്ത് ഭാവവ്യത്യാസം ഇല്ലാതെ അച്ചടി ഭാഷയിൽ പച്ചക്കള്ളം പറയാൻ കഴിയുന്നുള്ളതാണ്. ഈ സ്വരാജിന് ഭയങ്കര ആർജവുണ്ട് അല്ലെങ്കിൽ സ്വരാജിന് ഭയങ്കര നിലപാടുണ്ടെന്ന് പറയുമ്പോൾ ഈ സ്വരാജിന് നിലപാട് തന്നെ ഇതാണെങ്കിൽ ബാക്കിയുള്ളവരുടെ നിലപാട് എന്തേക്കാരും ബാക്കിയുള്ളവരുടെ സാഹചര്യം എന്തേക്കാരും ആ പാർട്ടിയിൽ പിണറായി വിജയനെ തിരുത്താനോ ഈ പറഞ്ഞ ഡിവൈഎഫ്ഐക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും കഴിഞ്ഞിട്ടുണ്ടോ? പകരം അവരാണ് ഈ ഡിവൈഎഫ്ഐ ആണ് ഈ പാട്ട് എഴുതുന്നത്. മറ്റേ തീയിൽ കുരുത്ത കുതിരയാണ് കഴുകൻ എന്നൊക്കെ ചിലപ്പോൾ സത്യമായ സാധ്യത ഉണ്ട്. അതെ, അപ്പോൾ നമ്മൾ മറക്കണ്ടാത്ത മറ്റൊരു കാര്യമാണ് ഈ തിരുവാതിരയും പല പാട്ടുകളും ഒക്കെ ഉണ്ട് പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്ന. വേറൊരു കാര്യമുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മൾ മാധ്യമപ്രവർത്തകരോടുള്ള അദ്ദേഹത്തിന്റെ ധാർഷ്ട്യവും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കടക്ക് പുറത്തെന്ന് പറയുന്നതും അമ്മാതിരി ഡയലോഗ് ഒന്നും വേണ്ട എന്ന് പറയുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ വേദിയിലിരുത്തി പുകഴ്ത്തിയ അവസരങ്ങളിൽ ഒന്നും തന്നെ അദ്ദേഹം മറുത്തൊരക്ഷരം പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല അങ്ങനെ ഉണ്ടാവുക. ഇതിനകത്ത് തന്നെ മറ്റൊരു സംഭവം കൂടി ഉണ്ട്. അതായത് ഇപ്പൊ ഈ പിണറായി വിജയന്റെ മറ്റൊരു തന്ത്രം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയൻ ഒരിക്കലും ഒരു സാധാരണ ഉമ്മൻചാണ്ടിയെ പോലെ ഭയങ്കര സൗമ്യനായിട്ട് സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ അവരൊരു PR സ്ട്രാറ്റജി അതാണ്. അവരുടെ കഴിവില്ലായ്മ അല്ലെങ്കിൽ അവരുടെ വീക്ക് പോയിന്റിനെ
അതൊരു വലിയ സംഭവമാക്കിയിട്ട് അത് വലിയ ആളുകളെ ചീത്ത വിളിക്കുന്നു, അല്ലെങ്കിൽ ആളുകളോട് ധിക്കാരം കാണിക്കുന്നതും. ഈ പിണറായി വിജയൻ തന്നെ ബാക്കി കുറച്ച് നിലപാടുകളുണ്ടല്ലോ. കൊലംകുത്തി ഒന്നും കൊലംകുത്തി തന്നെയാണ്. പിന്നെ അതേപോലെ എനിക്ക് പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു, ഈ ബിഷപ്പിനെ നികഷ്ടജീവി എന്ന് വിളിക്കുന്നു. അത്തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള അധിക്ഷേപ പരാമർശങ്ങൾ പിണറായി വിജയന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു PR സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ഇപ്പൊ ഇരട്ടച്ചങ്ക എന്ന് മറ്റാരും വിളിച്ചില്ല എന്നാണ് സ്വരാജ് പറയുന്നത്. പക്ഷെ ഈ ഇരട്ടച്ചങ്ക എന്ന് വിളിപ്പിച്ചത് ഈ പറയുന്ന PR ഏജൻസിനെ കൊണ്ടാണ്. നികേഷ് കുമാറിന്റെ മറ്റേ എന്താ പറയാ, ഈ PR സ്ട്രാറ്റജികളൊന്നും ഏൽക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഇപ്പോ ഈ മറ്റേ ഈ KK ശൈലജക്കും EP ജയരാജനും AK ബാലനൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് രംഗത്ത് ഇറങ്ങേണ്ടി വരുന്നത്. അതെ. അപ്പോൾ മറ്റൊരു പ്രവണത കൂടി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, പിണറായി സ്തുതി പാടുന്നവർക്ക് പാർട്ടിയിൽ ഒരു മുൻഗണന ലഭിക്കുന്നില്ലേ? തീർച്ചയായും അത് ഉറപ്പല്ലേ. അതിപ്പോ ഈ പറയുന്ന വീണ ജോർജിന്റെ കാര്യത്തിലായാലും KK ശൈലജയുടെ കാര്യത്തിലായാലും ബാക്കിയുള്ളവരുടെ കാര്യത്തിലായാലും ഇവരൊക്കെ സ്തുതി പാഠകരാകുമ്പോഴാണ് ഇവർക്ക് ഓരോ സ്ഥാനങ്ങളും കിട്ടുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് കൂടുതൽ പാർട്ടിയിൽ പിന്തുണയും കിട്ടുന്നത്. അതല്ലാത്ത ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ TP ചന്ദ്രശേഖരൻ എന്ത് സംഭവിച്ചു? പിണറായി വിജയനെ എതിർത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അയാളെ 51 വെട്ടി കൊന്നു കളഞ്ഞത്. അപ്പൊ ഈ പാർട്ടിയിൽ എന്നൊക്കെ ഈ പറയുന്ന പിണറായി വിജയനെതിരെ ആരൊക്കെ നിലപാടെടുത്തിട്ടുണ്ടോ, അതേപോലെ തന്നെയാണ് പിന്നെ ആലപ്പുഴയിലെ G സുധാകരന്റെ അവസ്ഥയും. G സുധാകരൻ പിണറായി വിജയനെ വിമർശിച്ചു, ഇന്ന് ആ പാർട്ടിയിൽ അദ്ദേഹം ഒന്നുമല്ല. അത്തരത്തിൽ വിമർശിക്കുന്നവരെ പാർട്ടിക്ക് പുറത്തും ഈ പുകഴ്ത്തി പാടുന്നവർക്ക് പ്രോത്സാഹനമാണ് CPM ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. CPMന്റെ ബ്രാക്കറ്റിൽ മാർക്സിസ്റ്റിനാണ് എഴുതിയിരിക്കുന്നത്. ഒരുപക്ഷെ അത് ഇനി മാറ്റി എഴുതേണ്ട സമയം അയക്കുന്നു. അതിന് പിണറായിസ്റ്റിന് എഴുതുന്നതിനേക്കാളും ഇനി ഇപ്പോഴത്തെ ഒരു പാർട്ടിയുടെ സാഹചര്യത്തിൽ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേര്. അതെ. അപ്പോൾ പയ്യന്നൂരിൽ നിന്ന് പാർട്ടിക്കെതിരെ സംസാരിച്ച, പാർട്ടിയിലെ ഒരു പ്രവർത്തകനെതിരെ സംസാരിച്ച കുഞ്ഞികൃഷ്ണന്റെ ഗതിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണോ? അത് അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അയാളെ വെട്ടിക്കൊല്ലണമെന്നും കൈകാര്യം ചെയ്യുമെന്നൊക്കെയാണ് M.M. മണി പ്രസംഗിച്ചത്. ഇതില് അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് KK രാഗേഷ് നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം ഈ 2 രസീത് ബുക്കുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഈ വീഴ്ച പറ്റിയിട്ടുള്ള ആള് ഇപ്പോഴും CPMന്റെ MLA ആയി തുടരുകയാണ്. അത് ആ വീഴ്ച ചൂണ്ടിക്കാണിച്ച് അത് പാർട്ടി നിയോഗിച്ച ഓഡിറ്ററാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആള്. അയാളെ പാർട്ടി പുറത്താക്കുകയും ചെയ്തു. ഇതാണ് ആ പാർട്ടിയുടെ അവസ്ഥ. ഈ പാർട്ടി ജീർണതയുടെ പടുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് NN അസ്കർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ അസ്കർ പറഞ്ഞതും ഈ ശരിയാണെന്നുള്ള ചിലപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് CPMന് വേണ്ടി തുടർച്ചയായിട്ട് ന്യായീകരിക്കുന്ന NN അസ്കറിനെ പാർട്ടി തിരുത്തുന്നത് പിണറായി വിജയനെ വിമർശിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ഒരേ ഒരു വിഷയത്തിൽ പിണറായി വിജയനെ വിമർശിച്ചു. അത് നാട്ടുകാരെല്ലാം വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള ഒരു കാര്യത്തിന്റെ പുറത്ത് പോലും ഒരു ചെറിയ വിമർശനത്തിന്റെ പേരും അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം പാർട്ടി വിട്ടു പോകുന്നത്. അപ്പൊ ഈ പിണറായി വിജയനെതിരെ പറഞ്ഞാൽ ആ പാർട്ടിയിലുള്ള ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു, പിണറായി വിജയന് സ്തുതി പാടി കഴിഞ്ഞാൽ ആ പാർട്ടിക്കകത്ത് എന്ത് സംഭവിക്കും എന്നുള്ളതും നമ്മുടെ എല്ലാവരും മുമ്പിലുള്ള കാര്യമാണ്. അപ്പൊ അതിന് സ്വരാജ് വന്നിട്ട് ഇങ്ങനത്തെ കുറച്ച് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും നാട്ടുകാരുടെ മുമ്പിലുള്ള കാര്യങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. അതെ. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ പ്രവർത്തകരും എല്ലാ നേതാക്കളും സ്ഥിരമായി നടത്തുന്ന ഒരു കാര്യമായി സ്തുതികൾ അല്ലെങ്കിൽ വ്യക്തിപൂജകൾ അരങ്ങേറുന്നുണ്ട്. എന്നാൽ അതിനെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ഈ CPM പ്രവർത്തകനായ CPM നേതാവായ M സ്വരാജ് ചെയ്യുന്നത്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.